തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ എൻ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. മിസ്റ്റർ മാധവൻകുട്ടി കേരളത്തിലെ മീഡിയ പ്രേക്ഷകർക്കൊക്കെ വളരെ പരിചിതനായ മുഖമാണ്. അദ്ദേഹത്തിൻ്റെ 50-60 കൊല്ലത്തെ ജേർണലിസ്റ്റിക് എക്സ്പീരിയൻസ് ദേശീയവും കേരളത്തിലെയും പൊളിറ്റിക്സിനെ വളരെ ഡീപ്പായിട്ട് കണ്ട ഒരു അദ്ദേഹമാണ്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BJPയുടെ കേരളത്തിലെ അവസ്ഥയെപ്പറ്റിയാണ്. ശ്രീ കുട്ടി, കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഫലം വന്നതിൽ പിന്നെ നാഷണൽ BJPയിൽ വലിയൊരു ആഘോഷമുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരം പിടിച്ചിരിക്കുന്നു, അടുത്തത് കേരളമാണ് എന്നുള്ള മട്ടില്. അതായത് അവർ ഉദ്ദേശിക്കുന്ന ഒരു 10-15 വർഷത്തെ ഒരു ട്രാക്ക് ഉണ്ട്, പൊളിറ്റിക്കൽ ട്രാക്ക് ഉണ്ട് കേരളം പിടിക്കാൻ, ബംഗാളിനെ പോലെ. അതിന് തുടക്കമായോ എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അത് ആണെന്നും അല്ലെന്നും ഒരേ സമയത്ത് പറയേണ്ട ഒരു പ്രതികരണമാണ് എന്റേത്. കാരണം BJP, RSS, മോഡി, ഷാ, ദോവൽ തുടങ്ങിയ ആളുകൾ പരിപാടി ഇട്ടിരുന്ന കേരള വിജയം BJPക്ക് ഉണ്ടായിട്ടില്ല ഇത്തവണ. വാസ്തവത്തില് കേരളത്തിന് മുഴുവൻ കണക്കാക്കുകയാണെങ്കിൽ, കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് പിന്നെ അടിമുടി പരിശോധിക്കുകയാണെങ്കിൽ BJPയുടെ പ്രകടനം നിരാശാജനകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരുടെ മൊത്തം വോട്ട് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേടിയ 15% ആകെ വോട്ടിൽ നിന്ന് 1% മാത്രമാണ് ഈ കോലാഹലങ്ങൾക്കും ഈ ഇടപെടലുകൾക്കും ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ സകല ആയുധങ്ങളും പണവും പ്രതാപവും എല്ലാം ഉപയോഗിച്ചതിന് ശേഷവും കേരളത്തിൽ 1% വർധന മാത്രമേ അവർക്കുണ്ടായിട്ടുള്ളൂ. ഏകദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20%-ത്തിനടുത്ത് മൊത്തം വോട്ടുകൾ നേടിയ BJP RSSന് കേരളത്തിലെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 16% കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിന് പകരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ അവരുടെ പ്രദർശന ട്രോഫിയായി കേരളത്തിൽ അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമാവുന്ന, അതായത് കേരളം എന്ന ആശയത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്നുള്ളത് അവർക്ക് ഒരു 5-10% കൂടുതൽ കിട്ടുന്നതിന് തുല്യമായ രാഷ്ട്രീയ പ്രസക്തിയുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു സമാന്തര ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ നിരവധി മുനിസിപ്പാലിറ്റികൾ, നിരവധി ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള അവർ ക്ലാസ് എന്ന് എന്ന് ഗണിച്ചിരുന്ന മുനിസിപ്പാലിറ്റികളും നിരവധി പഞ്ചായത്തുകളും പിടിച്ചെടുക്കുക. അതായത് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിരുന്നു, 25% വോട്ടിലേക്ക് വരികയായിരുന്നു BJPയുടെ പരസ്യമായിട്ടുള്ള ലക്ഷ്യം. അത് മൂക്കുകുത്തി വീണു. അവർക്ക് സാധിച്ചില്ല. 15%-ൽ നിന്ന് 16% ഉയർത്താനേ കഴിഞ്ഞില്ല. എന്നാൽ അവർ കണ്ണുവെച്ച ഒരു 6 ക്ലാസ് എന്നവർ പറയുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും കണ്ണായ തിരുവനന്തപുരം അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജനാധിപത്യത്തിനും കേരളത്തിലെ മതനിരപേക്ഷതയ്ക്കും കേരളത്തിലെ സാമൂഹ്യ സമാധാനത്തിനും വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അപ്രതീക്ഷിതമായിരുന്നില്ല. കാരണം 2 കാര്യങ്ങൾ. ഒന്ന്, തിരുവനന്തപുരത്തെ CPM നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ കൗൺസിലിന്റെ പ്രകടനത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള ബഹുജനങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിലായാലും, അവരുടെ റോഡുകളുടെയും അവിടുത്തെ ജലവിതരണത്തിന്റെ കാര്യമായാലും, സാമൂഹ്യ സേവനങ്ങളുടെ കാര്യത്തിലായാലും, ഏറ്റവും ചെറിയ യുവതിയെ അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യുവതിയെ മേയറാക്കിയത് കൊണ്ട് മാത്രം, അതിന്റെ പ്രതിച്ഛായയിൽ മാത്രം ഒരു നഗരത്തിന്റെ വികസനവും സൗകര്യങ്ങളും നടക്കുകയില്ല എന്നുള്ളതിന്റെ നമുക്ക് വളരെ വ്യക്തമായി കൊണ്ടിരുന്നിരുന്നു. അതുമാത്രമല്ല,
തിരുവനന്തപുരം രാഷ്ട്രീയ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ CPIM-ന്റെ പിണറായി സർക്കാരിന്റെ നിരവധി അതിന്റെ മൂല്യ തകർച്ച, അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അതിന്റെ ഏതെങ്കിലും ഒരു ചെറിയ പരാജയത്തെ കുറിച്ചല്ല. അതിനെ ഒരു ഇടതുപക്ഷ ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ബദൽ ആയി കാണാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള അതിന്റെ പ്രതിഫലനം കൂടി തിരുവനന്തപുരത്ത് എന്താ പറയുക സാന്ദ്രമായി വളരെ വളരെ കൃത്യമായി ഏകാഗ്രമായി തിരുവനന്തപുരത്ത് പ്രകടിപ്പിക്കപ്പെട്ടു. അതിനൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് സമ്മതിച്ചു സാർ. ഞാൻ അതിനകത്ത് കാണുന്നത് കേരളത്തിലെ CPM പറഞ്ഞുകൊണ്ടിരുന്നത് BJP-യെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ, കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളൊരു മുദ്രാവാക്യം ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും പൊളിച്ചടക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഈ വിജയം, BJP-യുടെ വിജയം. അതായത് CPM-നെയാണ് അവർ തോൽപ്പിച്ചത്. അതേപോലെ തന്നെ കോൺഗ്രസ് പാലക്കാട്ട് ഞാൻ കേട്ടത് കോൺഗ്രസ് ആണ് BJP-യെ തളച്ചു നിർത്തിയത്, അല്ലാതെ CPM അല്ല അവിടെ. അതായത് ഇതൊരു നാഷണൽ റിയാലിറ്റി ആണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ കേരളത്തിലെ സഹാക്കന്മാർ ഇതിങ്ങനെ പറഞ്ഞ് ഒരു അന്ധമായ കോൺഗ്രസ് വിരോധം, അല്ലെങ്കിൽ അന്ധമായ, ഞാൻ പറയുന്ന ജനാധിപത്യ വിരോധമാണ്. ഇപ്പം കോൺഗ്രസിനെ നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ഇന്ന് ജനാധിപത്യത്തെ പ്രതിനിധീകരിക്കുന്ന അവർ മാത്രമേ ഉള്ളെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് ആ സ്ലോഗനെ പറ്റി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ CPM-നെ BJP-യെ തളച്ചിടാൻ പറ്റുള്ളൂ എന്നുള്ള ആ വാദം പൊളിഞ്ഞിരിക്കുകയല്ലേ തിരുവനന്തപുരത്ത്? അല്ലത് കേരളത്തിൽ അങ്ങനെ, അതെ, അതൊരു രാഷ്ട്രീയ വാദമായിരുന്നു. പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന്റെയും UDF-നെയും അതിന്റെ ഉള്ളടക്കം അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ അത്തരത്തിലുള്ള വാചകമടിയിൽ വിശ്വസിച്ചിരുന്നില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അതാണ് അതിന്റെ ചരിത്രപരമായി കേരളത്തിന്റെ ഡെമോഗ്രാഫിയും വെച്ച് നോക്കുമ്പോൾ UDF-ന് മുഖ്യമായും വന്നുകൊണ്ടിരുന്ന പിന്തുണ മുസ്ലിം ലീഗ് വഴിയുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും ക്രിസ്ത്യൻ വോട്ടുകളുടെയും അത് മാണിയായാലും ജോസഫിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള കോൺഗ്രസ് UDF-ന്റെ ഐക്യ മുന്നണിയുടെ സ്വഭാവം തന്നെ തികച്ചും RSS-നും BJP-ക്കും കീഴടങ്ങുന്ന ഒരു രാഷ്ട്രീയം അസാധ്യമാക്കുന്നു കേരളത്തിൽ. അത് CPM-ന്റെ ഒരു ആഗ്രഹ ചിന്ത കൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ തടയാൻ കഴിയൂ എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയമായി പറയാൻ കൊള്ളാം. പക്ഷെ അങ്ങനെ രാഷ്ട്രീയമായി പറയുമ്പോൾ അങ്ങനെ ചെയ്ത് കാണിക്കാനുള്ള സന്നദ്ധതയും ഇടതുപക്ഷത്തിനുണ്ടാകണം. കാരണം ഞങ്ങൾ ചെറുക്കുന്നു, ഞങ്ങൾ അവരെതിരായി പോരാടുന്നു, കോൺഗ്രസ് പോരാടുന്നില്ല, ലീഗ് മൗനം ഭജിക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിലുള്ള ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി കൊണ്ട് മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കോൺഗ്രസിനെ BJP-യെ ചെറുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ BJP-യുടെ B ടീമാണെന്നൊക്കെ പറയാനുള്ള ആരോപണങ്ങൾക്ക് സത്യസന്ധമായി ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ കൂടി ഒരു പ്രകടനമാണ്. അതായത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടങ്ങുന്ന ഒരു മുന്നണിക്ക് വർഗീയ ചേരി എന്നുള്ള ദുഷ്പേരില്ലാതെ തന്നെ BJP-യെ ചെറുക്കാൻ കഴിയും. അത് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിന് കഴിയില്ല. എവിടെയെല്ലാം ഇടതുപക്ഷത്തെ ജനങ്ങൾ ഒരു ആന്റി ഫാസിസ്റ്റ്, ആന്റി മെജോറിറ്റേറിയൻ, ആന്റി ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തിയായി കണ്ടോ അവിടെയെല്ലാം ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുണ്ട്. കാരണം ഞാൻ ഇത്തവണ ആക്ച്വലി തികച്ചും രാഷ്ട്രീയമായി തന്നെ ഇടപെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഈ RSS BJP ക്ലാസ് നഗരമായി, അതായത് ക്ഷേത്ര നഗരമായി ഇത്തവണ പിടിച്ചെടുക്കുമെന്ന്, ഒരു വോട്ടിന്റെ കുറവ് മാത്രം അധികാരത്തിലേറാനുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ പിടിച്ചടക്കുമെന്ന് ഇടതുപക്ഷ വിശ്വാസികൾ പോലും ഭയപ്പെട്ട സ്ഥലത്ത് ഇത്തവണ ഇടതുപക്ഷത്തിന് 4-5 സീറ്റുകൾ അധികം നേടി അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞു. കോൺഗ്രസിന് അവിടെയും നാമവിശേഷം മാത്രം ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസിന് അതിന് 3 സീറ്റിലേക്ക് ഉയരാൻ കഴിയും. വാസ്തവത്തിൽ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. കോൺഗ്രസും CPM-ഉം മുഖ്യ രാഷ്ട്രീയ ശത്രുക്കളായി സെക്കുലർ ബേസിൽ നിന്നുകൊണ്ട് RSS-നെയും BJP-യെയും കേരളത്തിൽ തടയുക.
അവർ പരസ്പരം മത്സരിക്കണം. അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന പരിപാടിക്ക് പോകരുത്. എന്നാൽ അതേസമയം അവർ പരസ്പരം എങ്ങനെ ആക്രമിക്കരുത് തങ്ങൾ പരസ്പരം ആക്രമിക്കരുത് എന്ന് പഠിക്കണം. അത് പഠിക്കാൻ തയ്യാറല്ലാതെ മുഖ്യ ശത്രുക്കൾ CPM ആണെന്നും കോൺഗ്രസുമാണെന്നുള്ള രീതിയിൽ നിലവാരം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ലോക രാഷ്ട്രീയത്തെയും തിരിച്ചറിയാതെയുള്ള ഈ കുണ്ടൻ കിണറ്റിലെ തവളക്കുഞ്ഞുങ്ങളെ പോലെ മാർക്സിയം രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും കേരളത്തിൽ കൈകാര്യം ചെയ്തു വരികയും അതിനനുസരിച്ചുള്ള മാധ്യമ സംസ്കാരവുമാണ് കേരളത്തിൽ. ഒരിക്കലും കേരളത്തിൽ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല ബംഗാളിൽ എത്രയോ ലക്ഷം ആളുകൾ പുറത്താക്കപ്പെട്ടു എന്ന്. ബംഗാളിൽ ഒരു സ്ത്രീയുടെ നിഖാബ് അവിടുത്തെ മുഖ്യമന്ത്രി വലിച്ചു നോക്കി എന്നുള്ള വാർത്ത കേരളം അറിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ബീഹാറിലെ ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ ചിലിയിൽ വലതുപക്ഷം അധികാരത്തിൽ എത്തിയെന്ന കാര്യം മലയാളികളെ അറിയിക്കാനായിട്ട് കേരളത്തിലെ ഒഫീഷ്യൽ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. അതിന് CPM-നും അതിൽ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞാൻ തോന്നിയിട്ടില്ല. ദേശീയ രാഷ്ട്രീയവും അന്തർദേശീയ രാഷ്ട്രീയവുമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നത്തെയും പരാജയത്തിന്റെ കാലത്തും അതിന് മൂല്യവത്താക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പോയി മാങ്കൂട്ടത്തിന്റെയും പാരഡിപ്പാട്ടിന്റെയും ഒക്കെ പുറകെ പോയി അങ്ങനെയാണ് തങ്ങൾ രാഷ്ട്രീയം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന ഒരു ഇടതുപക്ഷ നേതൃത്വത്തിന്റെ പ്രശ്നം. പിന്നെ കേരളത്തിൽ RSSന് അല്ല മുഖ്യശത്രു എന്നുള്ള മട്ടിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രസംഗവും പ്രവർത്തിക്കും. ഇത് രണ്ടും ജനാധിപത്യ കേരളം എന്ന ആശയത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. അതിന്റെ തുടക്കമായി അപകടമായി ഞാൻ തിരുവനന്തപുരത്തെ കാണുന്നു. ഇനി തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഞാൻ ചെറിയാനോട് പറയാം. മഹാത്മാഗാന്ധി റോഡ് ഗോൾവാക്കർ റോഡാവും. അതായത് പാളയം മുതൽ കിഴക്കേക്കോട്ട വരെ. നിങ്ങൾ കാണാനിരിക്കുന്ന ഈ വർത്തമാനങ്ങൾ പറയുമ്പോഴും ഇപ്പോഴും ഞങ്ങൾ യോജിക്കുകയില്ല. ഒരു സ്വതന്ത്രനെ വോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ രണ്ടും ഒരുമിച്ച് വോട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു BJP മേയറുടെ വരവ് തടയുകയില്ല എന്ന് പറയുന്ന മൗഢ്യം എന്ന രാഷ്ട്രീയ ബുദ്ധിശൂന്യത അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം വഞ്ചന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടും തിരുവനന്തപുരത്തും മെട്രോപൊളിറ്ററിയിലും എല്ലാം. ഇത് ചെറിയാൻ അവിടെ നിന്ന് അറിയുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, വടക്ക് നിന്ന് അറിയുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് അപകടകരമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിച്ച് കണ്ടുകൊണ്ട് കേരളത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ സത്വം നമുക്ക് നിലനിർത്താൻ കഴിയുകയില്ല. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ എനിക്കൊരു ചോദ്യമുണ്ട്. CPM-നെ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മെമ്പർഷിപ്പ് ഉള്ള പാർട്ടി CPM ആണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈഴവ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ഞാനൊക്കെ വളർന്ന കായംകുളം മണ്ഡലത്തില് ഞാൻ കേട്ടത് അവിടെ BJP ഇവിടെ കാൻഡിഡേറ്റ് ലോക്സഭയിലേക്ക് രണ്ടാമതായി വന്നു, CPM അല്ലായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് ഇതുവരെ ഒരു 2 ജനറേഷനായി CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഈഴവ കമ്മ്യൂണിറ്റി പോലും ഇപ്പോൾ ആടി നിൽക്കുകയാണ് അപ്പുറത്തോട്ട് BJP-യിലേക്ക്, ഹിന്ദുത്വ പാർട്ടിയിലേക്ക് പോകാനുള്ള ഒരു ശ്രമം. അതല്ലേ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കാണിക്കുന്നത്? പക്ഷെ അദ്ദേഹത്തെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സിറ്റുവേഷൻ CPM-നുണ്ട്. എന്താണ് ഇത് കാണിക്കുന്നത്? അങ്ങനെ ഒരു ചെറിയച്ഛൻ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. കാരണം അത് ഈ പിണറായി വിജയന് വെള്ളാപ്പള്ളിയോടുള്ള ഈ സൗഹൃദം, CPM-ന് അദ്ദേഹത്തോടുള്ള മൃദു സമീപനം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹജമല്ല. അതും തിരിച്ചറിയാൻ ആദ്യം കഴിയണം. കാരണം കേരളത്തിൽ ഹിന്ദു പാർട്ടിയാണെന്നുള്ള ആരോപണത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഹിന്ദുക്കൾ അധികം CPM-ന്റെ അനുഭാവികളായ സവർണ നേതൃത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണപിള്ള മുതൽ അച്യുതമേനോൻ, എന്താ പറയുക, EMS നമ്പൂതിരിപ്പാട്, അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ അതിലെ അംഗത്വമോ ജാതി കണക്കാക്കി അതിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ അതല്ല പ്രശ്നം. ഹിന്ദുക്കളാണ് BJPക്ക് CPM-ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഈഴവരായിരുന്നു അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്.
നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടർച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് വിശ്വസിച്ച ഈഴവ ബഹുജനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ അത് തുടക്കം മുതൽ നിന്നിട്ടുള്ളത്. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെങ്കിലും വളരെ വളരെ പ്രധാനവുമാണ്. അതായത് പിന്നോക്ക വർഗങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട ഈഴവ വർഗത്തിന്റെ സവർണ നേതൃത്വത്തിനെതിരായിട്ടുള്ള കലാപത്തിന്റെ തുടർച്ചയായി EMS മന്ത്രിസഭയെയും ഒക്കെ കണ്ടു തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ അടുത്ത് SNDPയുടെ പിന്തുണ എന്ന പേരിൽ ഈഴവരിൽ തന്നെ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത, തീരെ പ്രതിച്ഛായയില്ലാത്ത, നാരായണ ഗുരുവിന്റെ പോയിട്ട് ആർശങ്കറിന്റെ പോലും രാഷ്ട്രീയ പ്രതിച്ഛായയില്ലാത്ത, രാഷ്ട്രീയമില്ലാത്ത, നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന, മൈക്രോ ഫിനാൻസ് തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈഴവ വോട്ടർമാർ തിരസ്കരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വളരെ പരസ്യമായി ആദരിക്കുക, നിരവധി വേദികളിൽ കൊണ്ട് കേരളത്തിന്റെ മന്ത്രിസഭ മുഴുവൻ അണിനിരന്ന് അദ്ദേഹത്തെ വാഴ്ത്തുക. തുടർന്ന് ഏറ്റവും ഒടുവിൽ എന്ത് കാരണം കൊണ്ടായാലും അദ്ദേഹം കാറിൽ കയറി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ വന്ന് അയ്യപ്പ സമാഗമത്തിന് കൊണ്ടിറക്കുക തുടങ്ങിയത് ഒരുതരം ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളോടുള്ള, മതനിരപേക്ഷ മൂല്യങ്ങളോടുള്ള, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായി ഈഴവ ജനത, ഈഴവ ബഹുജനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല. അത് തീർച്ചയായിട്ടും അത് പ്രശ്നത്തിന്റെ പരിഹാരത്തിന് പകരം അതാണ് പ്രശ്നം. ഈ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈഴവ വോട്ടുകൾ, നഷ്ടപ്പെട്ട വോട്ടുകളോ അല്ലെങ്കിൽ ഇനി കിട്ടാനുള്ള വോട്ടുകളോ CPM-ലേക്കും ഇടതുപക്ഷം മുന്നണിയിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതുന്നത് തന്നെയാണ് പ്രശ്നം. അത് CPM-ന്റെ വോട്ട് നഷ്ടത്തിന്റെ പരിഹാരമല്ല, അത് വോട്ട് നഷ്ടത്തിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഏറ്റവും അപകടകരമായ, ഏറ്റവും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ഒരിതാണ് അത് ഇപ്പൊ അർത്ഥത്തിൽ പറയുമ്പോൾ ചെറിയ കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് ഒരു മന്ത്രിസഭയുടെ, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ശിലകളെയാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഗ്രാമതലം മുതൽ നഗരതലം വരെയുള്ള തെരഞ്ഞെടുപ്പ് ഇതിനെ വെല്ലുവിളിക്കുന്നത്. പക്ഷെ എനിക്ക് മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം ഇന്നത്തെ കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു ഭേദപ്പെട്ട CPM തന്നെയാണ് ആവശ്യം. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ചരിത്രപരമായ തുടർച്ച, അതിന്റെ മതനിരപേക്ഷതയുടെ ഉള്ളടക്കം, ഇതിനെ നയിക്കാനായിട്ട് CPM ഇല്ലാത്ത ഒരു കേരളം RSS BJPയുടെ ഒരു വിളനിലമായി മാറും. അതിന് യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനകത്തുള്ള പുരോഗമന ശക്തികളെയും മതനിരപേക്ഷ ശക്തികളെ ഞാൻ കുറച്ചു കാണുകയല്ല. പക്ഷേ CPM-ഉം കോൺഗ്രസും പരസ്പരം മാറി ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷവും എതിർപക്ഷവും ഭരണപക്ഷവും എന്നുള്ള മാറി അന്തസ്സോടെ ഇന്ത്യൻ സാഹചര്യങ്ങളും ലോക സാഹചര്യങ്ങളും മനസ്സിലാക്കി ഉള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളതാണ് BJP-യെയും RSS-നെയും കേരളത്തിന്റെ പടിക്ക് പുറത്തു നിർത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും കുറഞ്ഞ ഒരു ആവശ്യം. അത് നിറവേറ്റാനായി കോൺഗ്രസും CPM-ന്റെയും നേതൃത്വത്തിന് അതിന്റെ താൽക്കാലിക വോട്ട് രാഷ്ട്രീയം പോലും ഈ നിലയിൽ വിജയിക്കുകയില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഫലമായി CPM ഇല്ലാതാകുമെന്നോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതാകുമെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആവശ്യമുയർത്തിയ സാഹചര്യങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോഴും നിലനിൽക്കുന്നു, ലോകത്തിലും ഇപ്പോഴും നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ശരിയായ നയത്തിലേക്ക്, മൂല്യാധിഷ്ഠിതമായ നിലത്തിലേക്ക് CPM തിരിച്ചു പോകണം. പ്രത്യേകിച്ച് CPM കേരളത്തിലെ നേതൃത്വം, പിണറായി വിജയന്റെ നേതൃത്വം തിരിച്ചു പോകണം. കോൺഗ്രസ് തീർച്ചയായും അതിന്റെ രാഷ്ട്രീയത്തിൽ, അതിന്റെ ഉൾക്കാമ്പിൽ കപടമായിട്ടുള്ള അല്ലെങ്കിൽ അന്ധമായ CPM വിമോചന സമരത്തിന്റെ രാഷ്ട്രീയമായ CPM വിരോധം ഉപേക്ഷിക്കണം. അങ്ങനെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ പരസ്പരം സൗഹൃദപൂർണമായി, ജനാധിപത്യപരമായി സൗഹൃദപൂർണമായി മത്സരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിന്റെ അടിയന്തര ആവശ്യമാണ്. അത് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസിനെയും സ്വാതന്ത്ര്യ സമരത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും, ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും, ഗാന്ധിയെയും മാർക്സിനെയും അംബേദ്കറെയും സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ
ആവശ്യപ്പെടേണ്ട ഏറ്റവും കുറഞ്ഞ ആവശ്യമാണ്. അതാണ് എൻ്റെ നിലപാടും ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ ഇതിനെ ദൃഢപ്പെടുത്തുന്ന എൻ്റെ ഒരു വിലയിരുത്തലും അതാണ് ചെറിയ. അല്ല മിസ്റ്റർ കുട്ടി, ഇതാണ് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. ജേർണലിസം പഠിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് എന്തുകൊണ്ട് സീനിയേഴ്സിനോട് സംസാരിക്കണം എന്ന് 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 നമ്മളോട് പലരും പറയാറുണ്ടായിരുന്നു. മിസ്റ്റർ കുട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ 6 ദശാബ്ദത്തിലെ ഇൻസൈറ്റുകൾ പഠിപ്പിച്ച ഒരു പോസിറ്റിവിറ്റി നമുക്കൊക്കെ കാണാൻ കഴിയും. ഇതാണ് എനിക്ക് തോന്നുന്നത് ഒരു വ്യക്തിയെ ജേർണലിസം അല്ലെങ്കിൽ എക്സ്പോഷർ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എക്സ്പോഷർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വീക്ഷണകോണം. അത് ജനാധിപത്യത്തിന് വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പറയാൻ ഉള്ള പല അവസരങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. ഞങ്ങൾ ഈ ഡിബേറ്റ് കണ്ടിന്യൂ ചെയ്യും. നന്ദി, നമസ്കാരം.